പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SLC മലയാളം പരീക്ഷ 8ാം ക്ലാസ്സിൻ്റെ ഒരെണ്ണം കഴിഞ്ഞു. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഇന്നലെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ടൈമിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷ വരെയുള്ള രീതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ചോദ്യങ്ങളുടെ നിലവാരം ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ പഠിച്ചുകൊണ്ട് പോയി പാസ്സാവാം, നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ള പ്രതീക്ഷയൊക്കെ ഇനി മാറ്റേണ്ടിയിരിക്കുന്നു. നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വരുന്നതിൻ്റെ സൂചകമായി തന്നെ നമുക്കത് സൂചനയായി തന്നെ കാണാവുന്നതാണ്. കുട്ടികൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ശുഭപ്രതീക്ഷ നമുക്ക് അതിന് കാണാം. ഇതിനും നമുക്ക് ചോദ്യങ്ങൾ കുറച്ച് കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അവർക്കും ഓപ്ഷനൊക്കെ സംശയം തോന്നി, അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോഴും ആൻസർ കീവലെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി എന്ന് പറയുന്നത്. കഞ്ഞി നനവ് എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏതെന്നാണ് ചോദ്യം വരുന്നത്. കഞ്ഞി നനവ് എന്ന് പറയുമ്പോൾ കഞ്ഞിയുടെ നനവാണ് അവിടെ ശരിയായ ഉത്തരം. ബാഹുജൻ എന്നുള്ളത് നമുക്കൊന്നുള്ള മുറ്റും. ഇങ്ങനെ ചിന്തിക്കാൻ പുഷ്കരനെ പ്രേരിപ്പിച്ചത് എന്തെന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ പല തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും യോജിച്ചതായിട്ട് തോന്നിയത് രാജ്യാധികാരി ലഭിക്കാതെയുള്ള നിരാശയാണ്. ചേർത്തെഴുതിയവയിൽ വേറിട്ട് നിൽക്കുന്ന പദക്കൂട്ട് എന്നാണ് അടുത്ത ചോദ്യം. അതിന് നമുക്ക് ബാക്കി തന്നേക്കുന്ന വിരൽ തുമ്പായാലും പോയി കഴിഞ്ഞാലും പിന്നെ അപ്പോൾ തന്നെ എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ നമുക്ക് ദ്വിത്വസന്ധിയിൽ വരുന്നതാണ്. ഇവിടെ നിന്നും മാറി വരുന്നതെന്നുള്ളത് ഓർത്തെടുക്കുക എന്നുള്ള പദച്ചേരുവയാണ്. നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാനാകുമോ? ഇത് നിലമൊഴുന്നത് പോലെയോ പാറുപൊട്ടിക്കുന്നത് പോലെയല്ല. ദസ്തേവ്സ്കിയുടെ ഈ വീക്ഷണത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്ന വാക്യം എന്ന് പറയുന്നത്, ഒരു നിബന്ധനയുമില്ലാതെ ആത്മാവെന്ന് വെളിപ്പെടുന്നതാണ് എഴുത്ത് എന്നുള്ള ഭാഗമാണ് അതിന് ശരിയായി ചേർന്ന് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ ജോഡി ഏതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇതും കുട്ടികൾക്ക് 8ാം ക്ലാസ്സുകാർക്ക് നന്നായി സംശയം ഉളവാക്കിയിരുന്ന അവരിങ്ങനെ ചേരുമ്പടി ചെയ്യുന്ന രീതിയിലൊക്കെ എഴുതി വയ്ക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ശരിയായി ചേരുന്നതെന്നുള്ളത്, പിന്നെ ലേഖകൻ്റെ പേര് ശരിയായി വരുന്നത് അക്കർമാശിയാണ്. ശരൺകുമാർ ലിംബാളെ എന്ന ഉത്തരമാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ 6 മുതൽ 8 വരെ ചോദ്യം എഴുതുന്നതിൽ 2 3 വാക്യങ്ങൾ ഉത്തരം എഴുതാന്ന് പറയുമ്പോൾ, സുഹൃതയെ ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല. അതായത് സിംഹക്കുട്ടിയുടെ വായിൽ നിന്ന് പിടിപിടിക്കാൻ തപസ്യമാർ ശ്രമിക്കുന്ന ഭാഗമാണ്. ഇവിടെ അവൻ അതായത് ഒരു പ്രവൃത്തി ചെയ്താൽ അതിൽ നിന്ന് പിൻവാങ്ങണമെങ്കിൽ അതിന് പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിച്ചാൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. അതായത് അവൻ കൈ നീട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. കളിക്കോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കിട്ടിയാൽ മാത്രമേ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുള്ളൂ. അല്ല നമുക്ക് വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയാനല്ലെന്നും അവൻ പ്രവൃത്തികൾ മാത്രമേ, അതായത് പറഞ്ഞ കാര്യം നമ്മൾ പാലിച്ചാൽ മാത്രമേ അവൻ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുള്ളൂ എന്നുള്ള സൂചനയാണ് നമുക്കവിടെ കൊടുക്കാവുന്നത്. അതായത് നല്ല ഒരു രാജകീയ ലക്ഷണമുള്ള കുട്ടിയാണ് നമ്മൾ സൂചന കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു സൂചനയും ഒക്കെ തന്നെ നമുക്കവിടെ സൂചിപ്പിക്കാം. അവൻ അതിലെ കോഷ്ഫിലെ ഇടവഴിയിലേക്ക് എടുത്തുചാടി തീരുമാനമെടുക്കാൻ ഉചിതമല്ല. എടുത്തുചാടി എന്ന പദത്തിൻ്റെ 2 സന്ദർഭങ്ങളിലുള്ള അർത്ഥം കണ്ടെത്തി എഴുതുക. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുചാടി എന്നുള്ളത്, നമ്മൾ അല്ലെങ്കിൽ സഞ്ചാരത്തിനായി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് ചാടി, അല്ലെങ്കിൽ നമ്മൾ സൗകര്യപ്രദമായ ആ മാർഗം ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ്. മറ്റൊന്ന് എടുത്തയാടി തീരുമാനം എടുക്കുന്ന ഉചിതമല്ലെന്ന് പറയുമ്പോൾ, നമ്മൾ മുൻവിധിയൊന്നും കൂടാതെ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിലാണ് അവിടെ നമ്മൾ സൂചന കൊടുക്കുന്നത്. അടുത്ത ചോദ്യം 8. നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആത്മാവിൻ്റെ വെളിപാടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അടിവരട്ട പ്രയോഗം സന്ദർഭം നൽകുന്ന അർത്ഥസാധ്യതകൾ എഴുതാനാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്താണ് നിൽക്കുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ആ ദസ്തേവ്സ്കിയുടെ മനസ്സ് നന്നായി മനസ്സിലാക്കിയിരുന്നു അന്ന. അതായത് മനസ്സിൻ്റെ അകത്തുള്ള വികാര വിചാരങ്ങൾ അല്ലെങ്കിൽ വികാര വിക്ഷോഭങ്ങളെല്ലാം തന്നെ നമ്മുടെ അന്ന മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ദസ്തേവ്സ്കി സൂചിപ്പിക്കുന്നത്. അന്ന അല്ലെങ്കിൽ ദസ്തേവ്സ്കിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി എന്ന നിലയിലേക്ക് നമുക്കതിനെ മനസ്സിലാക്കാം. നന്നായി നമ്മുടെ ദസ്തേവ്സ്കിയെ അടുത്തറിഞ്ഞിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അന്ന എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. 9 14 ചോദ്യങ്ങൾ 5 എണ്ണത്തിന് അരപ്പത്തിൽ കഴിയുന്ന ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 4 സ്കോറാണ് പറഞ്ഞിരിക്കുന്നത്.
വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുഖത്തിലെവിടെ നിന്ന് ബലിക്കാക്കൾ അന്നം കൊത്താനിറങ്ങി വന്നു കളത്തിരുത്ത്. ഈ കഥാന്ത്യം നിങ്ങൾ നടത്തിയ ചിന്തകൾ എന്നല്ല. നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഉള്ള പോർഷൻസും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴതും നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്കും അത് മനസ്സിലാക്കി തന്നെ മുന്നേയുള്ള പോർഷനുകൾ നന്നായിട്ട് നോക്കി തന്നെ പോവുക. ഈ കഥാന്ത്യം നിങ്ങൾ ഉണർത്തിയ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോടച്ചി വെള്ളായപ്പന് കഴിക്കാൻ കൊടുത്തുവിട്ട പൊതിച്ചോറ്, കണ്ണീർ നനവ് പറ്റിയ പൊതിച്ചോറ് വെള്ളായപ്പൻ കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് മകനെ കാണുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്നു. ഇതിനും മകൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ കടൽത്തീരത്ത് പോകുമ്പോഴും ആകെ നമ്മുടെ വെള്ളായപ്പൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന പൊതിച്ചോറ് മാത്രമായിരുന്നു. തൻ്റെ മകന് ഊട്ടാൻ കഴിയാതിരുന്ന ആ പൊതിച്ചോറ് ഇവിടെ ബലിച്ചോറായിട്ട് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബലിച്ചോറാക്കി മാറ്റുന്നു. എല്ലാ ബലികർമ്മങ്ങൾ പോലെ ഇവിടെയും ബലിക്കാക്കകൾ വന്നു അത് കൊത്തുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ മകൻ്റെ ആ ഒരു സംസ്കാര ചടങ്ങുകൾ ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് പൊതിച്ചോറ് ഇവിടെ ബലിച്ചോറായി മകന് ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. എനിക്ക് ആ വൃത്തയുടെ പരിസ്ഥിതിയിൽ വലിയ സഹതാപം തോന്നി. അവർ കണ്ണിൽ കടത്തി പറഞ്ഞ കഥകൾ എന്നെ വികാര പരവശനാക്കി. ഞാൻ കഥാകാരനായ കഥ ഇത്തരത്തിൽ നിങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ അനുഭവം കുറിക്കാനാണ് ഇവിടെ നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ജീവിതത്തിൽ ആ മുത്തിത്തള്ള തൻ്റെ മകന് വേണ്ടി ഈ സ്കൂൾ കുട്ടിയെ കൊണ്ട് അയപ്പിച്ച കത്തുകൾ ആണ് അദ്ദേഹത്തെ നല്ലൊരു കഥാകാരനാക്കി മാറ്റിയതെന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോഴത് ഇതുപോലെ നിങ്ങൾക്കും മറ്റുള്ളവർക്കെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹ കാര്യങ്ങളിൽ സഹായിച്ചതായ ഒരു അനുഭവം എഴുതാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തി എനിക്ക് വലിയ സന്തോഷം തോന്നും. ഞാൻ നിവർത്തി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാന്തമുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയും, എന്താ നീ വായിക്കുന്നത്, അതെങ്ങത്താ. അക്കർമാശിയാണ്. കടലാസ് രണ്ടുപേരും ഉണ്ടാക്കിയ ചിന്തകൾ എന്തെല്ലാം സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നമുക്ക് ശരൺകുമാർ വെമ്പാലയുടെ ദുരിതപൂർണമായ ജീവിതം, ജാതി വ്യവസ്ഥയുടെ പരിതാപകരമായ അവസ്ഥകൾ അന്ന് നിലനിന്നിരുന്നൊരു സമൂഹത്തിലെ അംഗമായിരുന്നു, മഹർജാതിയിലെ അംഗമായിരുന്നു നമ്മുടെ ശരൺകുമാർ വെമ്പാല എന്ന് പറയുന്നത്. ഇവിടെ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏതിനും ശാന്തമുത്തശ്ശി പിന്നെ ആക്കടെ അല്ലെങ്കിൽ പഴയ തുണികളും അല്ലെങ്കിൽ കടലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിറക്കി വിറ്റാണ് ജീവിച്ചിരുന്നത് നമ്മൾ കണ്ട്. കൂടി സഹായിയായിട്ട് നമ്മുടെ ശരൺകുമാറിനെയും ലിംബാളെയും കൂട്ടുമായിരുന്നു. ഏതിനും കടലാസൊക്കെ കിട്ടുമ്പോൾ അത് നിവർത്തി വായിക്കാനുള്ള താല്പര്യം എന്ന് പറയുമ്പോൾ അറിവ് നേടാനും അല്ലെങ്കിൽ വിജ്ഞാനത്തിനുള്ള ഒരു സ്കൂളിൽ പോയി പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ മറ്റൊന്നും പഠിക്കുന്നതിനുള്ള ആ ഒരു താല്പര്യം ഇവിടെയും നമ്മുടെ ശരൺകുമാർ ലിംബാളയിൽ കാണാമായിരുന്നു. പത്രം ഒരു കടലാസ് കഷ്ണം കിട്ടിയാൽ നിവർത്തി വായിക്കുക എന്നുള്ളത് നല്ല കുട്ടികളുടെ ലക്ഷണമാണ്. അറിവ് നേടുക അല്ലെങ്കിൽ അത് വായിക്കാനുള്ളത് ആണെന്നുള്ള ചിന്തയിൽ അത് വായിക്കുക എന്നുള്ള സൂചന. അതുപോലെ മുത്തിത്തള്ളയിലാണെങ്കിൽ എന്താണ് അത് തനിക്ക് വിറ്റ് അന്നത്തെ അന്നത്തിന് വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുത്തിത്തള്ളയ്ക്ക് ഉണ്ടായിരുന്നിട്ടുള്ളതിൻ്റെ വിശപ്പ് മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ഒരു തൊഴിലിന് ഇറങ്ങിയത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ശാന്തമുത്തശ്ശി പത്രം കടലാസ് പിടിച്ച് വാങ്ങിക്കുമായിരുന്നു എന്ന് പറയുന്ന ഭാഗം. അടുത്ത, നമുക്കില്ല നാടുന്നവരും കുടയും ചാമരും അമിത്ര വീരന്മാരെ അമർക്കും വൻപടയും പ്രലോഭനത്തിൻ്റെതാണ് പുഷ്കരൻ്റെ വാക്കുകൾ കലിക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം. ടീച്ചർ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ചോദ്യം പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതും സന്തോഷം തോന്നി. ചോദ്യങ്ങളൊക്കെ ഉറപ്പായും കാണുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി വിശകലനക്കുറിപ്പ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപന്യാസം ഒക്കെ പറഞ്ഞിരുന്നതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നൊക്കെ സൂചന തന്നിരുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ കലിയും പുഷ്കരനും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത്. ഇവിടെ പുഷ്കരൻ്റെ വാക്കുകൾ കലിക്ക് നൽകിയ തിരിച്ചറിവെന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സഹോദരനോടുള്ള നമ്മുടെ പുഷ്കരൻ്റെ ആ ഒരു പരിഭവം നമുക്ക് മനസ്സിലാക്കാം. രാജകീയ പ്രൗഢിയെല്ലാം നടന് മാത്രമേ ഉള്ളൂ, തനിക്ക് വെറുതെ ബാഹുജൻ എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നും അതുകൊണ്ട് കലിയോടുള്ള നടനോടുള്ള അമർഷം നമുക്കിവിടെ പുഷ്കരൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ കലിക്ക് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പുഷ്കരനെ ഉപാധിയാക്കാമെന്നും പുഷ്കരനെ പ്രലോഭിച്ചാൽ തൻ്റെ ലക്ഷ്യം നേടാമെന്നും നമുക്കുള്ള ഒരു സൂചന ഇവിടെ നമുക്ക് കലിക്ക് തിരിച്ചറിവ് കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത്, രാത്രി 13 രാത്രി ആളുകൾ ഉറങ്ങി എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കാണ് താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്ക് പോകുന്നു. യുദ്ധത്തിൻ്റെ പരിണാമം. രണ്ട് സന്ദർഭങ്ങളും നിശബ്ദതയെ അവതരിപ്പിക്കുന്നതിൽ ഔചിത്യം വ്യക്തമാക്കുക.
ആദ്യത്തെ ഔചിത്യം നമുക്കറിയാം. നിങ്ങൾക്ക് വിശദമായിട്ട് എഴുതാനുള്ള പോയിന്റുകൾ എഴുതിയെടുക്കാണ്. എന്നാൽ നമുക്ക് ഈ ഒരു സൂചന മാത്രമേ പറയുന്നുള്ളൂ. ആദ്യ സന്ദർഭത്തിൽ പിന്നെ നമ്മുടെ അശ്വത്ഥാമാവ പകയുടെ പ്രതീകമായി യുദ്ധപാളയത്തിൽ, അതായത് ശിബിരത്തിൽ, യുദ്ധ വിജയാഹ്ലാദത്തിൽ പിന്നെ അന്നത്തെ രാത്രിയിൽ ഉറങ്ങുന്ന പാളയത്തിലേക്ക്, പാണ്ഡവ പക്ഷം ഉറങ്ങുന്ന പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും അവിടെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തിൻ്റെ നിശബ്ദതയായിരുന്നു. അടുത്ത നിശബ്ദത എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൊലപ്പെടുത്തുമ്പോഴുള്ള ആ ഒരു നിശബ്ദമായ ശിബിരമാണ്. അതായത് അശ്വത്ഥാമാവ് തൻ്റെ പകയെല്ലാം തീർത്ത് വല്ലാത്തൊരു അവസ്ഥയിൽ പുറത്തിറങ്ങുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴവിടെ ശിബിരത്തിൽ ഉള്ളവരെയെല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷമുള്ള നിശബ്ദതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം 14. അന്ന ചോദിച്ചു, ആ ആത്മശതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്കും വിധിച്ചു കൊടുക്കുന്നു അല്ലേ? ആത്മാവിൻ്റെ വെളിപാടുകൾ. ഞാൻ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവമാണ് എന്നെ ചെറുതെഴുതാൻ പ്രേരിപ്പിച്ചത്. ഞാൻ കഥാകാരനെ കഥ സൂചനാ വിശാന്യത എഴുത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അവിടെ നമുക്ക് എഴുത്തെന്ന് പറയുന്നത് ആത്മാവിൻ്റെ വെളിപാടാണെന്നൊരു സൂചന നമ്മൾ കണ്ടു. അതായത് അത് തൻ്റെ ആത്മാവിലുള്ള കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ കഥാപാത്രങ്ങളുടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് എത്തിക്കുന്നുണ്ട്. പിന്നെ മാനസിക വിക്ഷോഭങ്ങൾ, വൈകാരിക അവസ്ഥകൾ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം അത് പിന്നെ പുറത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ പിന്നെ കഥാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ചിന്തകൾ കഥാപാത്രങ്ങളിലൂടെ ജീവൻ കൊടുക്കുന്ന ഒരു സൂചനയാണ്. ഇപ്പോലിത്ത് എന്നൊരു കഥാപാത്രം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ്. അതുപോലെ ഞാൻ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവമാണ് എന്നെ ചെറുതെഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് ഇവിടെ മുത്തിത്തള്ളയ്ക്ക് വേണ്ടി മുത്തിത്തള്ള പറയുന്ന കാര്യങ്ങൾ മകന് വേണ്ടി എഴുതിയിരുന്ന, അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് തൻ്റെ സരസ്വതി വിലാസങ്ങളൊക്കെ ചേർത്ത് എഴുതിയിരുന്ന ഒരു സൂചനയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അവിടെ എസ്.കെ. പൊറ്റക്കാടിനെയും എഴുത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വിട്ടതെന്നും നല്ലൊരു കഥാകാരനായി മാറ്റിയ നമ്മളൊരു സൂചന നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ. രണ്ടെണ്ണത്തിന് ഒരു പ്രത്യേക കവിയോത്തരം എഴുതുക. എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശനം, അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. ഇതിൻ്റെ പരിണാമം. ധനവും ധാന്യവും നാടുമൊക്കെയും കൈക്കലാക്കിയവനെ വിടുക വനഭവി പ്രലോഭനം. സൂചനകളും പാഠസന്ദർഭങ്ങളും വിശകലനം ചെയ്ത് അശ്വത്ഥാമാവ്, കലി എന്നീ കഥാപാത്രങ്ങളുടെ സവിശേഷത താരതമ്യം ചെയ്യാനാണ് അനന്ത കഥാപാത്രത്തിൽ വരുമെന്ന് പറഞ്ഞ് 2 സംഭവങ്ങൾ തന്നെയാണത്. അപ്പോൾ ഇവിടെ അശ്വത്ഥാമാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകയുടെ പ്രതീകമാണ്. അത് ചിരഞ്ജീവിയായതുകൊണ്ട് മനുഷ്യൻ എന്നും കുടികൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു പക മനുഷ്യനും പല രൂപത്തിലും കുടികൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കലി എന്ന് പറയുന്നത് നമുക്കറിയാം കലിയും നമ്മുടെ ഇഷ്ടകഥാപാത്രമായി തന്നെയാണ് നമ്മൾ പാഠഭാഗത്ത് കണ്ടത്. കലി നടനെതിരെ പുഷ്കരനെ സ്വാധീനിച്ച് എങ്ങനെയും കള്ളച്ചൂത് കളിച്ച് പിന്നെ ദമയന്തിയും നളിനെയും കാട്ടിലേക്ക് വിടുകയും അവരെ തമ്മിൽ അകറ്റുകയും എന്ന ലക്ഷ്യമാണ് നമ്മുടെ കലിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലിയും തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു കലി എന്ന രീതി നമുക്കിവിടെ കലി ആ ഒരു രീതി തൻ്റെ സ്വഭാവത്തിൽ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കലിയും മനുഷ്യനിൽ കൂടിയിരിക്കുന്ന ഒരു സ്വഭാവമായി എന്നും നമ്മൾ ദേഷ്യത്തിൻ്റെയും മറ്റും സൂചനയായി കലിയും മനുഷ്യനിൽ നിന്നും കൂടിയിരിക്കുന്ന കഥാപാത്രമായി നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത 16ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറിതെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയെന്ന്. രവണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. ആ ധർമ്മയുദ്ധം 18ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുങ്കൊലയിലാണ് അവസാനിച്ചത്. തന്നിരിക്കുന്ന സന്ദർഭങ്ങളും പാഠഭാഗങ്ങളും വിലയിരുത്തി യുദ്ധത്തിൻ്റെ പരിണാമ തലക്കെട്ടിലെ പ്രസക്തി വിശകലനം ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാകുന്ന ടീച്ചർ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ചുള്ള ശീർഷകത്തിൻ്റെ പിന്നെ ഔചിത്യമെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊണ്ടുള്ള വിശകലനമാണ് നമ്മൾ കൊടുക്കുന്ന. യുദ്ധം ഒരിക്കലും നല്ലതല്ലെന്നും അതൊരിക്കലും വിജയത്തിൽ അല്ല കലാശിക്കുന്നതെന്നും നമുക്ക് വിജയമായി തോന്നിയാലും അത് ഒരുപാട് ദുരന്തത്തിലും ദുരിതത്തിലുമാണ് സമാപിക്കുന്നത് നമുക്കുള്ള ആശയങ്ങളാണ് നമ്മളവിടെ സൂചിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ യുദ്ധം ഒരിക്കലും
നമ്മൾ തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു പ്രവണതയല്ലെന്നും അത് നമ്മൾ നിർത്തിവെക്കേണ്ടതാണെന്നുമൊക്കെയുള്ള ഒരു സൂചനയും കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഇതിൻ്റെ പരിണാമം എന്ന കഥയിലെ കഥാപാത്രങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പാഠഭാഗം അത് ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ പരിണാമം വരുത്തിവെക്കുന്ന മാറ്റങ്ങൾ ഇവിടെ നമ്മുടെ കുട്ടിക്കൃഷ്ണ മാരാർ പിന്നെ ഭാരതകഥയെ ആസ്പദമാക്കി ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ വ്യാസൻ്റെ മഹാഭാരത കഥയെ ആസ്പദമാക്കി തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നന്നായിട്ട് തന്നെ വിശദമാക്കി നിങ്ങൾക്ക് സൂചന കൊടുക്കാവുന്നതാണ്. ആശയം ആസ്വാദന അംശങ്ങൾ സമാന പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കുമെന്നും ടീച്ചർ ക്ലാസ്സിൽ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കറിയാം സമ്പത്ത് കാലത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് കാലത്ത് അയമത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. പക്ഷെ സമ്പത്ത് കാലമേ ഇല്ലാത്തവനെങ്ങനെ ഇത് തൈപത്ത് വയ്ക്കും. അതായത് ഇവിടെ ഈ കവിത സൂചന നൽകുന്നത് പറയുന്നത് നമുക്ക് സമ്പത്തുള്ളവനെന്നും സമ്പത്ത് കൊണ്ട് ജീവിക്കാനും അല്ലെങ്കിൽ പണക്കാരനെന്നും പണക്കാരനായി തന്നെ പാവങ്ങളെന്നും പാവങ്ങളായി തന്നെയും ജീവിക്കാനുള്ള ആ ഒരു ദുരവസ്ഥയുടെ സൂചന ഇവിടെ അതുപോലെ സമ്പത്തുള്ളവൻ അതില്ലാത്തവന് കൈമാറ്റം ചെയ്യപ്പെടാത്ത കാലം വരെയും നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്നും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയേണ്ടതാണെന്നുള്ള സൂചനയൊക്കെയാണ് ഇവിടെ നമ്മൾ സമാന പ്രസക്തി വെച്ച് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അന്നന്നത്തെ പണി നേടുന്ന പട്ടിണി പിള്ളയ്ക്ക് തൈവയ്ക്കാൻ മണ്ണെവിടെ വളം എവിടെ നേരം. അതായത് എന്നും നിത്യ അധ്വാനത്തിനായിട്ട് പോയാൽ മാത്രമേ അവൻ്റെ അന്നത്തെ അന്നം കഴിയൂ എന്നുള്ള ആൾക്കാർക്ക് എവിടെയാണ് പിന്നെ അതിനൊക്കെ നേരം? അവർക്ക് ഒന്നിനും തന്നെ സമയമില്ല. ആ ദുരിതപൂർണമായ ജീവിതം കുടുംബജീവിതം എല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടി ജീവിതാവസാനം വരെയും കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ദുരിതഭാഗത്തിൻ്റെ സൂചന തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ പണമുള്ളവന് അത് പണം കോടികളായി ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ എത്രയോ കോടികളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇല്ലാത്തവൻ്റെ സ്ഥിതി എന്ത് ചെയ്യുന്നു? അത് ആപത്തൊഴിയാതെ എന്നും അവരെ ദുരിതത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന സൂചന. ഈ ദുർനീതിയെ നേടാൻ നിങ്ങളുടെ സമ്പത്ത് ആപത്താർ കൂടി പങ്കുവയ്ക്കുമോ എന്നുള്ള ഒരു സമത്വ ചിന്ത, സമഭാവന ചിന്ത ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് നടപ്പായി കാണുന്നില്ല. ഉള്ളവനില്ലാത്തവനോട് കൊടുത്ത് ഇല്ലാത്തവൻ്റെ പരിതാപാവസ്ഥയിൽ കൂടെ നിന്ന് അവരെ കൂടെ കരകയറ്റുക എന്നുള്ള ഒരു അതിജീവനത്തിൻ്റെ പാത ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു പാത ഒരിക്കലും നടപ്പാവാത്ത സ്വപ്നമായി ഇവിടെ നമുക്ക് ഈ കവിതയിലും സച്ചിദാനന്ദൻ സൂചിപ്പിക്കുന്നു. ഇവ കാര്യങ്ങൾ സൂചന കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മലയാളം ഫസ്റ്റിൽ ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായും ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ എഴുതിയതിനൊക്കെ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാലും മാർക്ക് കിട്ടും. നമ്മുടെ ഭാഷയാകുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിന് ആശയം ഉൾപ്പെടുത്തി എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ധാരണ ഏകദേശം കിട്ടിക്കാണുന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നമുക്കിനി മലയാളം സെക്കൻഡിലൂടെ നോക്കാം. നമുക്ക് മലയാളം സെക്കൻഡിൻ്റെ ആൻസർ ക്യൂടെ നോക്കാം. ഇവിടെ നമ്മുടെ സെക്കൻഡിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോഡലാണ്. കഴിഞ്ഞ വർഷം വരെയുള്ള ടൈമിൽ അത് കണ്ടിരുന്നില്ല. കാരണം പണ്ടൊക്കെയും ഒരു മോഡൽ ഉണ്ടായിരുന്നു, ചേരുംപടി ചേർത്ത് എഴുതുന്ന രീതിയിലൊക്കെ നമ്മളത് എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ശരിയായി ജോഡി ഏതെന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം നോക്കുമ്പോൾ സംശയം തോന്നുന്ന രീതിയിലുള്ള ഇത് നമുക്ക് തോന്നാം. പക്ഷെ ചിലപ്പോൾ കുട്ടികൾ ചേരുന്ന വെച്ചതിനെ യോജിപ്പിച്ചെഴുതുന്ന രീതിയും കണ്ടിരുന്നു. ഇവിടെ നമുക്ക് ചേരുന്നതെന്ന് പറയുന്നത് കോഴിയും കിഴവിയും കാരൂർ നീലാണ്ടപ്പിള്ളയുടെ ഒരു ജോഡിയാണ് ചേരുന്നത്. അതുപോലെ ശരിയായി വിഗ്രഹിച്ച് എഴുതിയ പദം ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാക്കിലകളാണ്, നാക്കൂലുള്ള ഇലകളാണ് ശരിയായി വരുന്നത്. അടുത്തെന്ന് പറയുന്നത് മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരും കൂടെ നിറച്ച് വിറച്ച് നിൽക്കുകയല്ലോ മേടുകൾ തോറും. ഈ വരിയുള്ള ആശയവുമായി യോജിക്കാത്തതെന്ന് പറയുന്നത് തുമ്പച്ചിരികൾ മഹാബലിയെ ഭയന്ന് വിറച്ച് നിൽക്കുന്നു എന്നുള്ള ഭാഗമാണ്. അതുപോലെ പത്രങ്ങൾ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഈ വാക്യത്തിലെ സൂചന എന്ന് പറയുന്നത് പത്രവാർത്തകൾക്ക് വിശ്വാസ്യത കുറവാണെന്നതാണ്. അതുപോലെ 5 സ്വതേ മൗനിയായിരുന്നെങ്കിലും അല്പഭാഷണം കൊണ്ട് ശ്രോതാക്കൾക്ക് സംശയനിവൃത്തി വരുത്താൻ അദ്ദേഹം അതിവിദഗ്ധനുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അല്പഭാഷണത്തിൽ നമ്മൾ ചെയ്യുന്നത് മിതമായ സംസാരം എന്നുള്ള പോയിന്റാണ്. ശരിയായ ചിഹ്നം ചേർത്ത് വാക്യം പൂർത്തിയാക്കുക എന്നുള്ള ഒരു മോഡൽ ആദ്യമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. നമുക്കിവിടെ ചിഹ്നം കൂടെ നമ്മൾ ഇനി വരും പരീക്ഷകൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇംഗ്ലീഷിലൊക്കെ നമുക്ക് എഡിറ്റിങ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ മലയാളത്തിൽ ഇപ്പോഴാണ് കണ്ടത്. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല അവിടെ കഴിഞ്ഞിട്ട് കോമ കൊടുക്കുക, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പാഠഭാഗം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത ചോദ്യം, അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു, അല്പം താമസിച്ചെന്ന് മാത്രം കോഴിയും കഴിവി എന്നുള്ള പാഠഭാഗമാണ്. കഥാസന്ദർഭവുമായി ബന്ധപ്പെട്ട് ഈ വാക്യങ്ങൾ നൽകുന്ന സൂചന എന്തെല്ലാമാണ്? അതായത് മാർക്കോസിൻ്റെ മക്കൾ എറിഞ്ഞു വീഴ്ത്തി ചത്തുപോയ കോഴിയെ മത്തായും ഭാര്യയും കറിയാക്കി ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണമാക്കി. അതുപോലെ തന്നെ ഇവിടെ വീട്ടിലെ കുട്ടികളും അല്ലെങ്കിൽ മക്കളും ഒക്കെ ഉറങ്ങിയതിന് ശേഷമാണ് അവർ അന്ന് ആഹാരം പാകം ചെയ്തത് ആരും അറിയാതിരിക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് നമുക്കവിടെ ആ സൂചന കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അന്ന് അത്താഴം കഴിച്ചപ്പോൾ താമസിച്ചു എന്ന് സൂചന കൊടുക്കുന്നത്. അതുപോലെ തൻ്റെ യോഗശക്തി ജ്ഞാനശക്തി അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപിടി സൂക്ഷിക്കാതെ ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഈ വാക്യങ്ങൾ കൊണ്ട് വ്യക്തമാക്കുന്നത് എന്താണ്? 2 എണ്ണം കുറിക്കാനാണ്. അതായത് തപശക്തി കൊണ്ട് തപശക്തി കൊണ്ട് വികസിപ്പിച്ച സ്വകീയമായ വ്യക്തിമത്വത്തെ അദ്ദേഹം മറ്റുള്ളവരുടെ വേക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ ഒരു പ്രകാശം വരുത്തി എന്നുള്ള നമുക്ക് സൂചനകളായും കുറിക്കാൻ 2 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. അതായത് 4 മാർക്കാണുള്ളത്. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ ശ്രീനാരായണന്റെ വാക്യമാണ്. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം വരികളിലെ ദർശനങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശ്രീനാരായണന്റെ മഹത്തായ ദർശനങ്ങൾ നമുക്കിവിടെ കാണാം. ആർക്കും ദോഷം വരുത്താതെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ജീവിക്കണമെന്നും ആർക്കും പാപങ്ങൾ ചെയ്യരുതെന്നും ഒരു ഉറുമ്പിനോട് പോലും അനുകമ്പ തോന്നുന്ന ചെന്നാൽ നമ്മൾ ചവിട്ടി മതിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ വേദനയേക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ നമ്മുടെ കാൽപാദങ്ങൾ ഏറ്റ് മരണപ്പെടേണ്ടി വരും എന്നുള്ളൊരു സൂചന വെച്ചുകൊണ്ട് തന്നെ ആർക്കും ഒരു ഉപദ്രവം വരാത്ത വണ്ണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യണമെന്നുള്ള സൂചന. അതുപോലെ പരോപകാരമേ പുണ്യം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയാണ് പുണ്യമെന്നും പാപം എന്ന് പറയുന്നത് പാപം ചെയ്യുക വലിയ പീഡനമാണെന്നുള്ള സൂചന. അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുക, എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നൊക്കെയുള്ള സൂചനയാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. തിരികൾ തീർത്ത് കൊടുത്താനിട്ട മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലിലൂടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പു നർമ്മക്കുറ്റികൾ. നമ്മുടെ ഓണം മുറ്റത്തുന്ന പാഠഭാഗത്തിലെ വരികളാണ്. വാഗ്മയത്തിൽ നമുക്കറിയാം അവിടെ പ്രകൃതിയും മനുഷ്യനും ഓണത്തെ വരവേൽക്കാൻ നിൽക്കുന്ന മനോഹരമായ മുഹൂർത്തങ്ങളെ കവി വരച്ചു കാണിക്കുകയാണ്. അതായത് പ്രകൃതിയിലെ സസ്യജാലങ്ങൾ പോലും മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. അതായത് മുക്കുറ്റി തിരികൾ തെറുത്ത് കൊളുത്തുവാനിട്ട മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരുവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പു മുക്കുറ്റികൾ. മുക്കുറ്റിപ്പൂവിൻ്റെ ചന്തം നമുക്കറിയാം. അതുപോലും തിരികൾ തെറുത്ത്, അതായത് മുക്കുറ്റി മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി തിരികൾ, അതായത് നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ മനുഷ്യർ ദീപമൊക്കെ കത്തിച്ച് അതിൻ്റെ തിരികളൊക്കെ നീട്ടിവെച്ച് നമ്മൾ മഹാബലിയെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഇവിടെ മുക്കുറ്റികളും മുക്കുറ്റിപ്പൂവിനെ ദീപക്കുറ്റികൾ പോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു വാഗ്മയ ഭംഗി ശ്രദ്ധേയമാണ്. അതായത് എത്ര വൈകിട്ടും മടുത്തു പോകാതെ തിരി തറുത്ത് കൈകൾ കുഴഞ്ഞ് മടങ്ങിയിട്ടും പിന്നെ ആ ഒരു മനോഹാരിതയോടെ ഇവിടെയും നറുമുക്കുറ്റിപ്പൂവും ദീപക്കുറ്റികൾ നീട്ടി അല്ലെങ്കിൽ നാട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സൂചനയാണ് ഇവിടെ ആ വാഗ്മയ ഭംഗിയിൽ തന്നിരിക്കുന്നത്. വല്യമ്മ മാർക്കോസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പറഞ്ഞു, എൻ്റെ മകനെ ഈ നന്ദിയിട്ടവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ. കോഴിയും കിഴിവെന്ന പാഠഭാഗമാണ്. സ്വന്തം വീട്ടുകാരെ മത്തായിയുടെ അമ്മ നന്ദിയിട്ടവരെന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം നമ്മൾ പരിശോധിക്കാൻ നമുക്കറിയാം. അതായത് മത്തായിയുടെ വീട്ടുകാർക്ക് വേണ്ടി മാർക്കോസിൻ്റെ കുടുംബം ചെയ്ത, അല്ലെങ്കിൽ മാർക്കോസിൻ്റെ അമ്മയൊക്കെ ചെയ്ത ആ ഒരു വലിയ ഉപകാരം മത്തായിയുടെ അമ്മ എന്നും നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തൻ്റെ മകൻ മത്തായി കാണിക്കുന്ന ആ ഒരു മോശം പ്രവൃത്തികൾ മത്തായിയുടെ അമ്മയ്ക്ക് വിദ്വേഷം വരുന്നുണ്ട്. പക്ഷേ
അവസാനം മത്തായി മാർക്കോസിനെ പോലീസ് കേസിൽ പ്രതിയാക്കുകയും പോലീസ് മത്തായി മാർക്കോസിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പിന്നെ മത്തായിയുടെ അമ്മ താൻ അറിഞ്ഞ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയും അത് നമ്മുടെ മാർക്കോസിൻ്റെ രക്ഷയ്ക്ക് കാരണമാവുകയൊക്കെ ചെയ്യുന്നു. ആ ഭാഗമാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. ഏതിനും മത്തായിയുടെ അമ്മ നന്നായി ശകാരിക്കുകയും അത് നമ്മുടെ മാർക്കോസിൻ്റെ മാനം നന്നാക്കി രക്ഷിക്കുന്നതിന് കാരണമാവുകയും മുതിർന്നവരുടെ ഇടപെടലിലൂടെ ആ ഒരു നന്മ അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരുതിയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി. പ്ലാവിലെ കഞ്ഞി എന്നുള്ള ഭാഗമാണ്. സ്നേഹത്തിന് ഉദിക്കുന്നു ലോകം സ്നേഹത്തെ തേടുന്നു. ഇവിടെ ചണ്ടാല വിഷയം എന്ന 9ാം ക്ലാസ്സിലെ പാഠഭാഗം നമ്മൾ പഠിക്കാനുണ്ട്. പാഠസന്ദർഭവും കവിതാഭാഗവും പ്രയോജനപ്പെടുത്തി സ്നേഹബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തയ്യാറാക്കുക. നമുക്ക് അറിയാൻ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ടേമിന് പഠിച്ചതാണ്. ഈ ടേമിന് പഠിക്കാതെ വന്നവർക്ക് അല്പം ബുദ്ധിമുട്ട് വന്നു കാണും. അതായത് സ്നേഹത്തിൻ്റെ മഹാത്മ്യം വ്യക്തമാക്കുന്ന, അതായത് ഇല്ലായ്മയും വല്ലായ്മയും സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ മറികടക്കുന്ന ഒരു 2 കഥാപാത്രമാണ് നമ്മുടെ കോരനും ചിന്തയും. അവരുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതും അവർ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും മറികടക്കുന്നതൊക്കെ നമുക്ക് കാണുന്നു. അപ്പോൾ ഇവിടെയും സ്നേഹത്തിന് ഉദിക്കുന്നു ലോകം സ്നേഹത്തെ അവിടുത്തെ തേടുന്നത്. അതായത് ലോകത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമാണെന്നും ആ സ്നേഹം തന്നെയാണ് നമ്മുടെ ലോകത്തിൻ്റെ പുരോഗതിക്കായിട്ട് മനുഷ്യൻ്റെ പുരോഗതിക്കായിട്ടും എല്ലാം തന്നെ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ള സൂചനയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് അവിടെ നമ്മൾ ആൻസർ എഴുതേണ്ടത്. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും. പത്രവാർത്തകളെക്കുറിച്ചുള്ള സുകുമാരനിക്കേണ്ട അഭിപ്രായം ഇക്കാലത്തെ പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വിലയിരുത്താനാണ്. പത്രനീതിയെക്കുറിച്ചും പത്രധർമ്മത്തെക്കുറിച്ചുമെല്ലാം തന്നെ വളരെ വ്യക്തമായി എഴുതിയ അദ്ദേഹത്തിൻ്റെ ലേഖനമായിരുന്നു അത്. പത്രനീതി എന്നുള്ള ഭാഗം, പത്രങ്ങൾ എങ്ങനെയാണ് നീതി പുലർത്തേണ്ടതെന്നും പത്രങ്ങൾ കാണുന്ന ന്യൂനതകളും എല്ലാം തന്നെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ച് പല മഹാന്മാരുടെ അഭിപ്രായങ്ങൾ നിരത്തി തന്നെ അത് പ്രസ്താവനകൾ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്രങ്ങൾ പലപ്പോഴും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ വീഴ്ച വരുന്നുണ്ടെന്നും അസത്യം തന്നെ എഴുതിയിട്ട് അത് വീണ്ടും സത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നതൊക്കെയുള്ള ഒരു സൂചന നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് പല പത്രങ്ങൾ വായിക്കുമ്പോൾ അത് പല പത്രങ്ങളിലും വരുന്ന വാർത്തകൾ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ അതിനെ ഒരു കണക്കൂട്ടലുകളും അല്ലെങ്കിൽ ഗുണിക്കൽ, ഹരിക്കൽ, അഭികം, ഭാവന തുടങ്ങി പലതും ചേർക്കേണ്ടി വരും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന, ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് നമ്മുടേതായ ഊഹവും കണക്കൂട്ടലും എല്ലാം തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് പത്രങ്ങളുടെ ആ ശരിയായ വാർത്തയിലെത്താൻ കഴിയുമെന്നുള്ള ഒരു പരിഹാസ രൂപേണ അദ്ദേഹം ഇവിടെ പ്രസ്താവന കാണിച്ചിരിക്കുന്നത്. ഇക്കാലത്തെ പത്രമാധ്യമങ്ങളെ ബന്ധപ്പെടുത്തി വിലയിരുത്തപ്പെടുമ്പോൾ നമുക്ക് അറിയാം പല മാധ്യമങ്ങളും പല രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് വായനക്കാർക്കും അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. യഥാർത്ഥമായ വാർത്ത കണ്ടെത്തുന്നത് വരെ നമുക്കത് സംശയം നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകം. കോഴിയും കിഴിയും എന്ന കഥയെ മുന്നത്തെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ നമുക്കറിയാതെ നാട്ടിൻപുറം നന്മയുടെ വെളിച്ചം വ്യക്തമാക്കുന്ന പാഠഭാഗങ്ങൾ തന്നെയാണ് ഈ കോഴിയും കിഴിയും എന്നുള്ള ഭാഗം. ഇവിടെ നമ്മുടെ മത്തായിയുടെയും മാർക്കോസിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ ആദ്യകാലമുണ്ടായിരുന്ന ബന്ധവും പിന്നീട് അത് തിരിഞ്ഞ് മാറുന്നതും മത്തായി ഉയരത്തിലേക്ക് മാർക്കോസ് താഴ്ചയിലേക്ക് പോകുന്ന രംഗങ്ങൾ, പിന്നെ അവരുടെ ഇടയിലുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, അത് മത്തായിയുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മളവിടെ സൂചന കാണുന്നുണ്ട്. ഒടുവിൽ മുതിർന്ന സ്ത്രീ, അതായത് നമ്മുടെ മത്തായിയുടെ അമ്മയുടെ ഇടപെടലിലൂടെ നാട്ടുനന്മയുടെ രൂപത്തിൽ അവരുടെ അഭിപ്രായം വരുന്നതും ആ ഒരു വലിയ പ്രശ്നത്തെ ഒരു ചെറിയ പ്രശ്നമാക്കി നിസ്സാരവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കഥ മാറുന്നതും അതെല്ലാം തന്നെ കാരൂർ കഥയുടെ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ആ പോയിന്റ് കുറിക്കാവുന്നതാണ്. 15 മുതൽ 17 ചോദ്യങ്ങൾ 7 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 സ്കോർ വീതമാണ്. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും പാഠഭാഗവും ആനുകാലിക സംഭവങ്ങളും പരിഗണിച്ച് മാനവമയത്തിന് നാടിൻ്റെ നന്മയ്ക്കെന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ഞാൻ ടീച്ചർ ചോദ്യം തയ്യാറാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുവിനൊരു ചോദ്യം ഉറപ്പായിട്ടും ഉപന്യാസ ചോദ്യം ഉണ്ടാകും. പ്രഭാഷണം എങ്ങനെ തയ്യാറാക്കുന്ന സൂചനയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് അറിയാമല്ലോ, ഗുരു തരുന്ന കാര്യങ്ങൾ, ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്
അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു സന്യാസ വര്യൻ മാത്രമായിരുന്നില്ലെന്ന് അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രാധാന്യം കൊടുത്തതെന്നും മതത്തിന് പിന്നെ ജാതി മതത്തെയും ജാതീയ മതത്തെയും പിന്നെ അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്ക് മാത്രമായി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതായത് മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതിയെന്നും ആകെ ഒരു ജാതി, മനുഷ്യൻ എന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ എന്നും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ഒക്കെയുള്ള രീതിയാണ് അദ്ദേഹം ആ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. നമ്മുടെ അതുപോലെ തന്നെ നാടിൻ്റെ പുരോഗതിക്കായിട്ട് ഇനി നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളുമാണ് വേണ്ടതെന്നും നമുക്ക് പിന്നെ ഇനി അല്ലാതെ അമ്പലങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കുന്നതിനല്ല കാര്യമെന്നും കണ്ണാടി പ്രതിഷ്ഠയെക്കുറിച്ചുള്ള സൂചനയെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മാനവ മൈത്രിയാണ് മനുഷ്യൻ ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് മനുഷ്യ സമൂഹം എന്ന ഒറ്റ ചിന്തയിൽ മുന്നേറിയാൽ മാത്രമേ നമുക്ക് നാടിൻ്റെ പുരോഗതിയിലേക്കും ഐക്യത്തോടെയും മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. അത് നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പുരോഗതിയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു മഹത്തായ ചിന്തയാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയത്. ഇനി എൻ്റെ അപ്പൻ ഒരു മാടം വെച്ച് കിടക്കാൻ സമ്മതിച്ചിന്, ഇതുങ്ങൾ വല്ല വഴിയും കിടന്ന് തൊലഞ്ഞേന്. ഞാനിവിടെ വന്നുകൂടിയില്ലെങ്കിൽ പിച്ചപ്പാളയം കൊണ്ട് ഇറങ്ങി വന്നേനെ അവർ. കോഴിയും കിഴവി തന്നിരിക്കുന്ന സൂചനകളും കഥയും വിശകലനം ചെയ്ത് മാർക്കോസും മത്തയും എന്നിവരുടെ സ്വഭാവ സവിശേഷത താരതമ്യം ചെയ്യാനാണ് കഥാപാത്രം തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞിരുന്ന ഭാഗം തന്നെയാണിത്. നമുക്ക് അതും നിങ്ങൾ എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്തായിയുടെയും മാർക്കോസിൻ്റെയും കഥാപാത്രം നിരൂപണം എഴുതുമ്പോൾ അത് ശരിയാവും. നന്മയുടെ സൂചനയായ നമ്മുടെ മാർക്കോസും മത്തായി എന്ന് പറയുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുക, തിന്മയിലേക്ക് ചിന്ത പലപ്പോഴും കടന്നു പോകുന്ന മത്തായിയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. മത്തായിയുടെ അമ്മയെയൊക്കെ തന്നെ നമുക്കവിടെ സൂചിപ്പിക്കാൻ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആൻസറുകളാണ്. അടുത്തത്, പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പലതരത്തിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമെന്ന് നോക്കാൻ വേണ്ടിയാണ് സുകുമാർ അഴീക്കോട് തൻ്റെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു. നന്മതിന്മയുടെ ആത്മാംശങ്ങൾ പകർന്ന കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുകയും നാളെയുടെ മേന്മകൾക്കായി പണിയെടുക്കുകയുമാണ് പത്രധർമ്മം. സുകുമാർ അഴീക്കോടിൻ്റെ നിരീക്ഷണങ്ങളും പ്രസ്താവനയും വിലയിരുത്തി പത്രധർമ്മവും സമൂഹവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. സുകുമാർ അഴീക്കോടിൻ്റെ നീതി എന്ന പാഠഭാഗത്ത് പത്രങ്ങൾ എങ്ങനെ നീതി പുലർത്തണമെന്നും പത്രങ്ങളുടെ ധർമ്മം എന്താണെന്നും ഒക്കെയുള്ളൊരു സൂചന നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ സത്യത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കണക്ക് കൂട്ടലെല്ലാം തന്നെ നമ്മൾ അവിടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നന്മതിന്മയുടെ ആത്മാംശങ്ങൾ പറഞ്ഞതിൽ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുകയും നാളെയുടെ നന്മയ്ക്കായി പണിയെടുക്കുകയുമാണ് പത്രധർമ്മം എന്ന് പറയുമ്പോൾ കാലത്തിനൊത്ത് നീങ്ങി യഥാർത്ഥമായ വസ്തുക്കൾ ജനമനസ്സുകളിൽ എത്തിക്കാനും പ്രേക്ഷകങ്ങളിൽ എത്തിക്കാനും ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാനും വേണ്ട കാര്യങ്ങളാണ് പത്രങ്ങൾ പുലർത്തേണ്ടതെന്നും അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസം കൊടുക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സത്യത്തിൻ്റെ മേൻപടി മാത്രമേ നമ്മൾ പാലിക്കാമുള്ളെന്നും അസത്യമായ കാര്യങ്ങൾക്ക് പിന്നെ അത് വീണ്ടും വീണ്ടും എഴുതി ജനങ്ങൾക്ക് വിശ്വാസ്യതയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള സൂചന നമുക്ക് പാഠഭാഗത്ത് കാണുന്നുണ്ട്. ആ സൂചന എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉത്തരത്തിലും കൊടുത്ത് നിങ്ങൾ എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. കൂട്ടുകാരെല്ലാം നന്നായി എഴുതി കാണുമെന്ന പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.